ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബബിൾസ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻസുമായിട്ടാണ്. ഇതിൽ ഞാൻ ജെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്, ന്യൂട്രൽ ജെല്ല്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കേക്കിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ബബിൾസ് ജെലാറ്റിൻ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് എഡിബിളാണ്, പക്ഷേ കഴിക്കാൻ ഒരുപാട് ടേസ്റ്റൊന്നുമില്ല ഈ ബബിളിന്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല, കാരണം ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരു 4-5 മാസത്തേക്ക്. ഡെലിവറിയുടെ ആവശ്യത്തിനായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ആഴ്ച വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ബബിൾസ് തയ്യാറാക്കുന്നതിന് ഞാൻ വാട്ടർ ബലൂൺ നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ വീർപ്പിച്ചിട്ട് ഇതേപോലെ സ്ക്യൂവറിലേക്ക് ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പല അളവിലാണ് ഞാൻ വീർപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് എത്ര ബബിൾസ് വേണമെങ്കിലും ഇതേപോലെ വീർപ്പിച്ചിട്ട് എടുത്തു വെക്കുക. അപ്പോൾ ആ ബലൂണൊന്ന് ക്ലീൻ ചെയ്യണം. ഒരു ടിഷ്യൂ എല്ലാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. തുടച്ചിട്ട് വെച്ചിട്ടുള്ളതാണത്. ഇതിനായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല എടുത്തിട്ടുള്ളത്, നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരം ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ജെലാറ്റിനൊക്കെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഏത് കളറാണ് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കളർ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുള്ളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ബലൂൺ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ ബലൂൺ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് ഞാനിപ്പോൾ 2 കളർ ചേർത്തിട്ട് ഒരു ഓറഞ്ച് കളറിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ മുക്കിയിട്ട് എല്ലാ സൈഡിലും ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ കെട്ടുള്ള ഭാഗത്തേക്ക് ആക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് എല്ലായിടത്തും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ സ്ക്യൂവർ കുത്തി വെച്ചാലും മതി. ഈ ബലൂണുകൾ തമ്മിൽ ഒട്ടാതെ നോക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ കളർ കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഗ്രീൻ കളർ ചേർത്തിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടില്ല, കാരണം അങ്ങിങ്ങായിട്ട് കുറച്ച് കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതിനി നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു തെർമോക്കോളിലോ കുത്തിയിട്ട് ഒരു ദിവസം വെച്ചേക്കണം. ഒരു ദിവസം വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് ഈ ബലൂണിൻ്റെ അകത്ത് നിന്നും എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം തന്നെ പുറത്തേക്ക് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പാൽമറായുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും പറയാറുണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ലൂസായി പോകുന്നു, ക്രീം ലൂസായി പോകുന്നൊക്കെ. അതുകൊണ്ടാണ് ഈ ക്രീം തന്നെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ 250 ml ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനി ഒരു മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം.
ഈ ക്രീമിൽ മധുരമൊന്നുമില്ല, അതുകൊണ്ട് മധുരം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കുറച്ച് വാനില എസൻസും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്സ് ആയി കഴിഞ്ഞാൽ പിന്നീട് ബീറ്റ് ചെയ്യരുത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ പൈപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഫ്ലവറിൻ്റെ ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 103 ആണ്. ഇതിൽ ഞാൻ സൂക്കിൽ നിന്ന് വാങ്ങിയ ഒരു നോസിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ നമ്പറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വിൽട്ടേണ്ടതാണെങ്കിൽ 103 അല്ലെങ്കിൽ 104 ആയിരിക്കും. ഇതേപോലെ പൈപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കെല്ലാം ഐസിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വയ്ക്കാം. മെൽറ്റായി പോവുകയൊന്നുമില്ല. ഞാൻ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ കേക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇതേപോലെ തന്നെ എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് ഐസിങ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ക്രീം കൊണ്ട് തന്നെ, അൽമറായുടെ ക്രീം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊട്ടും മെൽറ്റായി പോയിട്ടൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. സൈഡൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇവിടെ ഞാൻ ന്യൂട്രൽ ജെൽ അല്ലെങ്കിൽ പൈപ്പിംഗ് ജെൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വന്നിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഞാനിവിടെ ബ്ലൂ കളറാണ് ചേർക്കുന്നത്. ജെൽ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ജെലാറ്റിൻ ബബിൾസാണിത്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം മുമ്പ് നമ്മൾ കേക്ക് റെഡിയാക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഈ ബബിൾസ് തയ്യാറാക്കി വെക്കണം. അതിൻ്റെ ആ സ്ക്യൂവർ മാറ്റിയിട്ട് ഈ ടേപ്പൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഇതിൻ്റെ ഈ കെട്ടിൻ്റെ ഭാഗം ഒന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ചൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ബലൂണ് പതുക്കെ നമുക്ക് ഒരു സ്ക്യൂവർ കൊണ്ട് തന്നെ ഒന്ന് കുത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു വിരലിൻ്റെ എൻഡ് വെച്ചിട്ട് ഈ ബലൂൺ എടുത്ത് കളയാൻ പറ്റും. നമ്മൾ ഈ ബലൂൺ എടുക്കുന്ന സമയത്ത് ഈ ബബിള് കുറച്ചൊന്ന് ചുരുണ്ട് കഴിഞ്ഞാലും നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നല്ലതുപോലെ തന്നെ എടുക്കാൻ പറ്റും. ഇതേപോലെ ഈ ബലൂണിൻ്റെ അകത്തുനിന്ന് സ്ക്യൂവർ കൊണ്ട് കുത്തി കളഞ്ഞാൽ മതി.
അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ നേരത്തെ ന്യൂട്രൽ ജെല്ലിൽ കളർ ചേർത്തിരുന്നു, അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടിരുന്നാൽ ഈ ജെല്ല് നല്ലതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഒരുപാട് ലൂസാകാനും പാടില്ല. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു 6 ഇഞ്ചിൻ്റെ പാനിൽ തയ്യാറാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുറച്ച് വലിയ കേക്കാണെങ്കിൽ ഒന്നുകൂടെ നല്ലതുപോലെ നമുക്ക് ബബിൾസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നേരത്തെ ഞാൻ പൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റോസാണിത്. ഇത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ബബിൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ബബിൾസാണ്, ചെറിയ കേക്കുമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുത്താൽ മതി. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.